നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർത്തി ആ പരീക്ഷയെ അട്ടിമറിച്ച പ്രധാന പ്രതിക്കെതിരെ ഇതാ അതിശക്തമായ നിയമ നടപടികൾ തുടങ്ങിയെന്ന് മാത്രമല്ല, നല്ലൊരു ഉഗ്രൻ ശിക്ഷയും നൽകി. ഞാൻ മുൻപിലൊരു വീഡിയോ പറഞ്ഞിരുന്നു, ഈ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ തകർക്കുന്ന ഇത്തരം നീചന്മാരെ കുറേ എണ്ണത്തിന് കൊന്നു തള്ളിയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ എന്നും. ഒരു കുട്ടി എടുക്കുന്ന ഈ ഒരു എഫേർട്ടിനെ ലക്ഷങ്ങൾ കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്? ലക്ഷങ്ങൾ കൊണ്ട് ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം കുട്ടികളുടെ എഫേർട്ടാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതിന് നിസ്സാരമായിട്ട് കാണാനൊക്കെ വളരെ ഗുരുതരമായി കാണേണ്ട ഒരു കൃത്യമാണ്. ഇറ്റ് ഈസ് എ ഹീനിയസ് ഓഫൻസ്. ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യം, സ്ഥാപനങ്ങളുടെ സ്ഥാപിത താല്പര്യം, ഇതിനൊക്കെ വേണ്ടി നിന്ന് കൊടുക്കുന്ന സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, ഇവരെയൊക്കെ വെറുതെ വിടാൻ പാടില്ല. അപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കൊണ്ടുവന്ന നിയമം പോലും പര്യാപ്തമല്ല. പിന്നെ എന്താ ഒരു പോംവഴി? ഇനി 10 എന്നുള്ളത് 15 ആക്കിയാലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിക്ഷിക്കുന്നെങ്കിലല്ലേ അകത്തിടാൻ നോക്കൂ. അതിനുള്ള അവസരം ഉണ്ടാകില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ശിക്ഷ പോരാ, നടപടി പോരാ. പിന്നെന്താ നടപടി? ഒറ്റ നടപടിയേ ഉള്ളൂ. ഇവനെയൊന്നും ഭൂമിക്ക് മേൽ വെച്ചേക്കാൻ പാടില്ല. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ തകർത്തെറിയുന്ന, ചവിട്ടി നശിപ്പിക്കുന്ന, കുട്ടികളുടെ ഭാവിയും അവരുടെ വിചാരങ്ങളെയും ചവിട്ടി നശിപ്പിക്കുന്ന ഈ മാഫിയകളെ, ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ഈ പരീക്ഷാ സെൻറ്ററുകൾ ഈ കോച്ചിങ് നടത്തുന്നവന്മാരുൾപ്പെടെയുള്ളവന്മാരെ ഭൂമിക്ക് മേളിൽ വെച്ചേക്കാൻ പാടില്ല. 4 കുട്ടികളാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ എത്ര കുട്ടികൾ എന്തുമാത്രം സമയം, പണം ഇതെല്ലാം ചെലവാക്കി. ഇതൊക്കെ സാമ്പത്തികമുള്ള കുട്ടികളല്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഈ കോച്ചിങ് സെൻറ്ററുകൾ നടത്തുന്നവന്മാരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് അന്ന് ഞാൻ എടുത്തു പറഞ്ഞ ഒരു വസ്തുതയായിരുന്നു. ഇപ്പോഴിതാ മഹാരാഷ്ട്രയിലെ കുൽക്കർണി എന്ന് പറയുന്ന ഒരു അതിഗംഭീരൻ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ തറവാട് വീട് തന്നെ അതിവിപുലവും, അതുപോലെ ഈ ക്ലാസ്സുകൾ നടത്തുന്നതിന് കെട്ടിട സമുച്ചയങ്ങളും ഇതെല്ലാമുള്ള ഒരാളായിരുന്നു. എന്നിട്ടൊന്നും ആ തെണ്ടിക്ക് പണത്തോടുള്ള കൊതി തീർന്നില്ല. ഇപ്പോഴിതാ അവിടുത്തെ സർക്കാർ അവൻ്റെ സകല കെട്ടിടങ്ങളും ഇടിച്ച് പൊളിച്ച് നിരത്തി അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ശരിയായ നടപടി. More news coming in. Let's tell you about the NEET scam accused PV Kulkarni, whose in fact his ancestral house has been demolished and begun constructing a multi-story building at the site in Beed. His bulldozer action, I beg your pardon, that we're reporting on at this point in time. However, after his name surfaced in the NEET examination scam, the construction project also came under scrutiny. ഫലങ്ങൾ പോയാലും സാരമില്ല, ഈ കോച്ചിങ് സെന്ററുകൾക്ക് പ്രശസ്തി കിട്ടട്ടെ, പണം നമുക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇനിയും അവന്മാർ രംഗത്ത് വന്നാൽ ഇവൻ്റെയൊക്കെ കഥ കഴിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഒരു പാറ്റ പാർട്ടി ഇറങ്ങി. എന്തായിരുന്നെന്നറിയാമോ മുദ്രാവാക്യം? വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ കുഴപ്പം കൊണ്ടാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നാണ് ആ വിധി നേതാക്കന്മാരും അവരെ പിന്തുണച്ച മറ്റ് രാഷ്ട്രീയക്കാരും ധരിച്ചത്. അങ്ങനെ ആ ധാരണകളൊക്കെ മാറ്റിക്കൊണ്ട് ഇതാരാണ് ചെയ്യുന്നത്? യഥാർത്ഥ കുറ്റവാളിക്കെതിരെ അവരർഹിക്കുന്ന ശിക്ഷ നൽകിക്കൊണ്ട് ബുൾഡോസർ രാജ് അവിടെ ജൈത്രയാത്ര നടത്തുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവനെല്ലാം കുരുങ്ങും, അവൻ്റെ എല്ലാം കെട്ടിടങ്ങൾ പൊളിയും, പിന്നെ അവനൊക്കെ ശരിക്ക് ചളുക്കും പേടിക്കും. അങ്ങനെ ഈ തരത്തിലുള്ള ക്രിമിനലുകളെ വേണ്ട തരത്തിൽ നേരിടുന്ന സമ്പ്രദായം BJP
ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് ശരിയായ നടപടി. അല്ലയോ അഭിജിത്ത് ദീപകേ എന്ന പാറ്റാ നേതാവേ, താങ്കളുടെ സമര പരിപാടി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല.